കാണാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ദൂതനായിട്ട് ഈ DGPയെ അവിടെ വിട്ടത്. വേറെയും BJP നേതാക്കന്മാരെ കണ്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. മുഖ്യമന്ത്രിക്ക് ഇത് അറിയാലോ. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇത് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് തൃശ്ശൂരിലുണ്ടായ അട്ടിമറി, BJPയുടെ അട്ടിമറി വിജയം. ഇതാണ് ഞങ്ങൾ ആരോപണമായിട്ട് ഉന്നയിച്ചത്. ഞങ്ങളിത് ഇപ്പോൾ പറയുന്നതാണോ? CPM BJP ബാന്ധവമുണ്ട് എന്ന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് തൊട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് പറയുകയാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിലെ പത്രാധിപരായിരുന്ന ബാലശങ്കർ തന്നെ ഈ കാര്യം സമ്മതിച്ചു. അതിനുശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ അറിയപ്പെടുന്ന RSS നേതാക്കന്മാരുമായി വണ്ടി മാറി വന്ന് ഔദ്യോഗിക കാർ മാറ്റിവെച്ച് വന്ന് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സംസാരിച്ചു. ഞാൻ നിയമസഭയിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം തലകുനിച്ചിരുന്നു, ഉത്തരം പറയാതെ. അപ്പം നിരന്തരമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒരു വശത്ത് നടക്കുകയും മറുവശത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദൂതന്മാരെ അയച്ച് അവരെ പ്രീണിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. ഇത് തന്നെയാണ് സുരേന്ദ്രൻ്റെ കുഴൽപ്പണ ഇടപാടിലും ചെയ്തത്. സുരേന്ദ്രൻ പ്രതിയല്ല, സുരേന്ദ്രൻ രക്ഷപ്പെടുത്തി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുറഞ്ചൊറിഞ്ഞു കൊടുക്കുന്ന പരസ്പര സഹായ സഹകരണ സംഘമാണിവർ. ജനങ്ങളെ കബളിപ്പിക്കുക. ജനങ്ങളുടെ മുമ്പിലാണ് ഇവർ പരിഹാസ്യരായിട്ട് ഇവിടെ നിൽക്കുന്നത്. അല്ല, എനിക്ക് അറിയാം. ഞാൻ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് അറിയുന്ന കാര്യം. ഒരു കാര്യം കേട്ടാൽ ഉടനെ കയറി പറയാൻ പാടില്ലല്ലോ. നിങ്ങൾ തെളിവുകൾ ചോദിക്കില്ലേ? ഞാൻ എങ്ങനെയാണ് ഇത് അവതരിപ്പിച്ചത്, എവിടെ വെച്ച്, ഏത് പശ്ചാത്തലത്തിൽ, എങ്ങനെ പോയി തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷം കാരണം എൻ്റെ വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്. എനിക്ക് പലരും പറയുന്നത് പോലെ അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്ന കാര്യം എടുത്ത് പറയാൻ പറ്റുമോ? ഞാൻ തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ പാർട്ടിയിലെ വേറെ ആരെയല്ല ചുമതലപ്പെടുത്തിയത്, നേരിട്ട് പറഞ്ഞു. 100% ബോധ്യമുള്ളതുകൊണ്ട്. എന്നിട്ട് RSS നേതാക്കൾ ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞു, ഈ ഹൊസബല എന്ന് പറയുന്ന ആൾ 3 കൊല്ലത്തിന് ഇടയിൽ തൃശ്ശൂർ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായി വന്നിട്ടുണ്ട്, ധൈര്യം ഉണ്ടെങ്കിൽ അവരൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൊടുക്കാൻ പറയാം. 3 പ്രാവശ്യം അദ്ദേഹം കൊല്ലത്തിനിടയിൽ വന്നിട്ടില്ല. അപ്പോൾ അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ല. അതിനുശേഷം അവരുടെ പ്രാന്തകാര്യവാഹ ഏതൊരു ഭാരവാഹി ഇങ്ങനൊരു ഇയാൾ ഉണ്ടായിരുന്നു, പക്ഷേ അഡീഷണൽ DGP ആയിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇല്ലേ. പിന്നെ അതിൻ്റെ ഇടയിൽ BJP പ്രസിഡന്റ് വന്നിട്ട് ഉണ്ടയില്ല വെടിയാണ്, ഇങ്ങനെ ഒരു സംഭവമില്ല, നിഷേധിച്ചു. ഇതെല്ലാം നടന്നു. അപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ നിന്നത്. കാരണം ഞാൻ ഉറപ്പുവരുത്തിയിട്ട് 100% ഉറപ്പുവരുത്തി പല വഴിക്ക് കൺഫേം ചെയ്ത് ഇടനിലക്കാരൻ്റെ പേര്, പോയ വാഹനം ഏതാണെന്ന്, ഏത് ഹോട്ടലിൽ നിന്നാണ് പോയതെന്ന് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യം. ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെ വേണം. ഇല്ലെങ്കിൽ ഇത് തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ വിശ്വാസ്യതയല്ലേ കേരള സമൂഹത്തിൽ നശിച്ചിരുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചാണ് ചെയ്തത്. ഇപ്പോഴാണ് പറയാൻ വന്ന അവസരം, കറക്റ്റായിട്ടുള്ള അവസരത്തിൽ അത് പറഞ്ഞു എന്നുള്ളതാണ്. ഇന്നലെ വേറെ ആരോ പറഞ്ഞു, എന്താണ് തൃശ്ശൂർ പൂരം കലക്കാൻ ഈ കഴിഞ്ഞ വർഷമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ തൃശ്ശൂർ പൂരം കലക്കാനാണ് ഇവർ തമ്മിൽ കണ്ടതെന്ന്. ഇവർ തമ്മിൽ കണ്ടപ്പോൾ BJPയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സംഘപരിവാറിൻ്റെ കേരളത്തിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അല്ലേ. അപ്പോൾ ഈ ADGP വഴി മുഖ്യമന്ത്രി കൊടുത്ത അഷ്വറൻസ്, അതിന് ഞങ്ങൾ സഹായിക്കാം, ഞങ്ങളെ ഉപദ്രവിക്കരുതാണ്, കേസ് പ്രശ്നമായിട്ട് ഞങ്ങളെ ഉപദ്രവിക്കരുതാണ്. അതിൻ്റെ തുടർച്ചയാണ് പൂരം കലക്കിയത്. അല്ലാതെ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം എൻ്റെ നാവിൽ വയ്ക്കരുത്. നിങ്ങളുടെ കയ്യിലെല്ലാം റെക്കോർഡുണ്ട്. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു. പിന്നെ പൂരം കലക്കിയ കാര്യമായിട്ട് പറഞ്ഞത് ഗവൺമെൻറ്റും പാർട്ടിയും എല്ലാം പ്രതിരോധത്തിൽ ആയി പറഞ്ഞത് ഈ കമ്മീഷണറാണ് കുഴപ്പമുണ്ടാക്കിയത്. കമ്മീഷണർ അഴിഞ്ഞാടി. അവിടെ കമ്മീഷണറെ ഞങ്ങൾ നീക്കിയെന്നാണ് പറഞ്ഞത്. ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ ഈ ADGP തൃശ്ശൂർ പട്ടണത്തിലുണ്ട്. അയാളല്ലേ ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥൻ, പോലീസ് ഹൈറാർക്കിയിലെ ഏറ്റവും വലിയ ആൾ. ഇത്രയും കുഴപ്പമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോകണ്ടേ? അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് എന്താണോ താൻ ചെയ്യുന്നതെന്ന് കമ്മീഷണറോട് ചോദിക്കണ്ടേ? ചെയ്തില്ല. അയാളെ പൂരം കലക്കുക എന്നുള്ളത് CPMൻ്റെയും BJPയുടെയും പോലീസിൻ്റെ CPMൻ്റെയും BJPയുടെയും പ്ലാനായിരുന്നു. അത് പോലീസ് വഴി നടപ്പാക്കി. അതുകൊണ്ടാണ് ഞാൻ BJPക്കാരോട് ചോദിച്ചത്, എന്താ വിശ്വാസം, ആചാരം, ഹിന്ദു എന്നൊക്കെ പറയുന്ന ആളുകൾ ഉത്സവം കലക്കാൻ വേണ്ടി കൂട്ടുനിന്നിരിക്കുകയാണ്. PD സതീശൻ ഈ കൂടിക്കാഴ്ച വിവാദത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്.